പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നത് യുദ്ധത്തിൽ മരണമടഞ്ഞ ആളുകളെയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. കഴിഞ്ഞ ദിവസം നമ്മൾ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ഓർക്കുന്നത് എത്രയോ രാജ്യങ്ങളാണ് പ്രിയമുള്ളവരെ യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ കഴിയുന്നത്. എത്രയോ പേർ ആ രാജ്യങ്ങളിൽ യുദ്ധത്തിൽ മരിച്ചു വീണിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരുപക്ഷെ രാത്രിയിൽ തന്നെ ജീവിത പങ്കാളിയും മക്കളെയും കൂട്ടിക്കൊണ്ടൊക്കെ ഇറങ്ങി ഓടേണ്ടി വരുന്ന അവസ്ഥ, പ്രിയപ്പെട്ടവർ മരിച്ചുപോയി ഒറ്റയ്ക്കായി പോകുന്നവർ, ഇതൊന്നും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകില്ല. കാരണം അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല. നമ്മൾ ചിന്തിക്കുമായിരിക്കും, എന്തിനാണ് ഇതൊക്കെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഭാഗ്യം ചെയ്തൊരു ജനതയാണ്. കാരണം നമ്മുടെ നാട് അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ നമ്മളാരും കടന്നു പോകുന്നില്ല. നമ്മളൊക്കെ സ്വസ്ഥതയെ സമാധാനം അനുഭവിക്കുന്നവരാണ്. ദൈവത്തിന് നന്ദി പറയണം. ഒപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയ കടപ്പാടുമുണ്ട്. അതുകൊണ്ട് ഇന്ന ദിവസം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയോടൊന്ന് ചേർന്നിട്ട്, ദൈവമേ, ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ എവിടെയെങ്കിലുമൊക്കെ യുദ്ധത്തിൻ്റെ ഭീഷണിയിൽ കഴിയുന്ന ജനതയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിൽ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അവരുടെ ആത്മാക്കളുടെ നിത്യശാന്തിക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ കരങ്ങൾ കൂപ്പുക. അവരെ അനുഗ്രഹിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലപില്ലാത്ത തിരുച്ചോരയെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.